നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് സ്വതന്ത്രനായി മത്സരിക്കാനില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചത്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനാൽ പ്രചാരണത്തിനിറങ്ങാൻ കഴിയില്ല. എന്നാൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഏറെക്കാലത്തിന് ശേഷം പാലക്കാട് എത്തിയ രാഹുൽ ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനെയാണ് മാങ്കൂട്ടത്തിൽ എന്ന MLA-യിൽ കണ്ടത്. രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുന്നതിനായിട്ടാണ് പാലക്കാട് എത്തിയത്. 3ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ശേഷം ആദ്യമായാണ് MLA എന്ന നിലയിൽ സ്വന്തം മണ്ഡലമായ പാലക്കാട്ട് എത്തുന്നത്. ജനുവരി 11-നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം 3ാം ബലാത്സംഗ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ പീഡനത്തിനിരയാക്കിയെന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ നിലവിലുണ്ടെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരി ആരോപിക്കുന്നു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുലിന് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. രാഹുൽ ജാമ്യത്തിൽ കഴിയുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും പരാതിക്കാരി ഹർജിയിൽ പറയുന്നു. ഹൈക്കോടതി രാഹുലിന്റെ ഹർജിയിൽ മിനി വിചാരണ നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നും പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതവും നിയമവിരുദ്ധവുമാണെന്നും ഇത് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു.